ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനസ്. ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന്റെ പ്രസ് സെക്രട്ടറി ജോയ്നാൽ അബദിനാണ് ഈ തീരുമാനം അറിയിച്ചത്. സൈനിക മേധാവിമാരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളും പ്രമുഖ വ്യവസായികളും സിവിൽ സൊസൈറ്റി അംഗങ്ങളും ചേർന്ന് നടത്തിയ യോഗത്തിലാണ് മുഹമ്മദ് യൂനസിനെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും രാജ്യം വിടുകയും ചെയ്തതിനെ തുടർന്നാണ് ഇടക്കാല സർക്കാർ നിലവിൽ വന്നത്. മുഹമ്മദ് യൂനസിന് മുഖ്യ ഉപദേഷ്ടാവ് എന്ന പദവി കൂടി ഉണ്ടായിരിക്കുമെന്ന് സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നേതാവ് നാഹിദ് ഇസ്ലാം പറഞ്ഞു. ഇടക്കാല സർക്കാരിന്റെ നേതാവെന്ന നിലയിൽ 3 പ്രതിസന്ധികളാണ് യൂനസ് കൈകാര്യം ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 6-ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദവി രാജിവെച്ച് രാജ്യം വിട്ടതോടെ പ്രസിഡന്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. ഇതോടെ ഒട്ടേറെ അവാമി ലീഗ് പ്രവർത്തകർ ആശങ്കയിലാണ്. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് അവർ കരുതുന്നു. അവർ കുടുംബത്തോടെ പലായനം ചെയ്യുകയാണ്. ഇത് രാജ്യത്ത് അധികാരശൂന്യത സൃഷ്ടിക്കുന്നു. ഒരു കൂട്ടം മന്ത്രിമാർ ചേർന്ന് രാജ്യത്തെ നയിക്കുന്നതിന് യൂനസിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. യൂനസിനെ സംബന്ധിച്ചിടത്തോളം ഭരണം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തന്റെ മന്ത്രിസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. പ്രതിഷേധക്കാർ കൂടുതൽ പേരുകൾ മന്ത്രിസഭയിലേക്ക് നിർദ്ദേശിക്കുമെന്ന് പ്രതിഷേധത്തിന്റെ പ്രധാന സംഘാടകനായ നാഹിദ് ഇസ്ലാം പറഞ്ഞു. ബംഗ്ലാദേശിന്റെ 2ാം വിമോചനമാണ് ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലെന്ന് പ്രതികരിച്ച യൂനസ് സമാധാനത്തിനായി ആഹ്വാനം ചെയ്തു. യൂനസിനെതിരെയുള്ള കേസുകൾ പ്രസിഡന്റ് പിൻവലിച്ചു. യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ മാത്രമേ അംഗീകരിക്കൂവെന്ന് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം നേതാക്കൾ അറിയിച്ചിരുന്നു. 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ജയിൽ മോചിതയായ BNP നേതാവ് ഖാലിദ സിയ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ നിയുക്തനായ സാമ്പത്തിക വിദഗ്ധനും നൊബേൽ ജേതാവുമായ മുഹമ്മദ് യൂനസിനെതിരെ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് 200ഓളം കേസുകൾ. ഷെയ്ഖ് ഹസീനയുടെ നിശിത വിമർശകനായിരുന്ന യൂനസിനോടുള്ള പ്രതികാര നടപടിയാണ് കേസുകളെന്ന് അന്നേ വിമർശനമുണ്ട്. ഹസീന സർക്കാർ ചുമത്തിയ തൊഴിൽ നിയമ ലംഘന കേസുകളിൽ നിന്ന് യൂനസിനെ ബുധനാഴ്ച കുറ്റവിമുക്തനാക്കി. ഇടക്കാല സർക്കാരിനെ യൂനസ് നയിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. ഇടക്കാല സർക്കാരിനെ നയിക്കാൻ തയ്യാറെന്ന് മുഹമ്മദ് യൂനസ് വ്യക്തമാക്കി. പ്രക്ഷോഭകർ അർപ്പിച്ച വിശ്വാസത്തിലൂടെ താൻ ആദരിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്ത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇടക്കാല സർക്കാർ ഒരു തുടക്കം മാത്രമാണ്. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ നീണ്ടു നിൽക്കുന്ന സമാധാനം രാജ്യത്ത് കൈവരികയുള്ളൂ. തെരഞ്ഞെടുപ്പില്ലാതെ മാറ്റമുണ്ടാവില്ല. മാറ്റത്തിനു വേണ്ടിയാണ് യുവാക്കൾ ശബ്ദമുയർത്തിയത്. രാജ്യം വിട്ടതിലൂടെ പ്രധാനമന്ത്രി ആ ശബ്ദം കേട്ടു. ഇത് പ്രധാനപ്പെട്ടൊരു ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമൂഹത്തിന്റെ താഴെക്കിടയിലുള്ളവർക്ക് ചെറിയ തുകയുടെ വായ്പകൾ ലഭ്യമാക്കിയ യൂനസിന്റെ ഗ്രാമീൺ ബാങ്ക് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെയാണ് പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത്. ഈ സംരംഭത്തിലൂടെ 2006-ലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1940-ൽ ചിറ്റഗോങ്ങിൽ ജനിച്ച യൂനസ് ഉന്നത പഠനം പൂർത്തിയാക്കിയത് അമേരിക്കയിൽ. US-ൽ കോളേജ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരുമ്പോഴായിരുന്നു ബംഗ്ലാദേശ് സ്വതന്ത്രമായത്. മൈക്രോ ഫിനാൻസ് എന്ന നൂതനാശയവുമായി ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയ യൂനസ് 1983-ൽ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ചു. 1 കോടിയോളം പേർക്ക് $300 കോടി മൂല്യമുള്ള തുക വിതരണം ചെയ്തു. നൽകിയ ലോണുകളിൽ 97% പലിശയടക്കം തിരിച്ചുപിടിക്കാനായി. ഗ്രാമീണ മേഖലയെ സമ്പദ്ഘടനയുടെ ഭാഗമാക്കിയ ഈ നൂതന പദ്ധതിക്കാണ് നോബൽ ലഭിച്ചത്. 2008-ൽ അധികാരത്തിൽ വന്ന ശേഷം തൊഴിൽ നിയമം ലംഘിച്ചതടക്കം ആരോപിച്ച് ഹസീന സർക്കാർ യൂനസിനെ നിരന്തരം വേട്ടയാടിയിരുന്നു. പല കേസുകളിലും പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. രാജ്യത്ത് പ്രതിഷേധം കടുത്തതോടെ സൈനിക മേധാവി ജനറൽ വാർക്കർ ഉസ് സമാനാണ് ഹസീന രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ട് അന്ത്യശാസനം നൽകിയത്. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ അദ്ദേഹം താൽക്കാലികമായി രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സൈന്യം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എങ്കിലും ബംഗ്ലാദേശിൽ മുമ്പ് സൈനിക ഭരണം നിലനിന്നിരുന്നുവെന്ന കാര്യം പരിഗണിക്കുമ്പോൾ ഭരണത്തിൽ സൈന്യം ഇടപെടുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുമത വിഭാഗങ്ങളും മറ്റ് ന്യൂനപക്ഷങ്ങളും വലിയ തോതിലുള്ള ഭയത്തിന്റെ വക്കിലാണുള്ളത്. അവരുടെ സംരക്ഷണവും സാമൂഹിക അനുരഞ്ജനം നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് യൂനസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.